നെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 9, 10, 11 ഇതിലെല്ലാം ഇസ്രായേലിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. ചാപ്റ്റർ 9, 9ാമത്തെ അധ്യായമാണ് കഴിഞ്ഞത്. അതിൽ സെലക്ഷൻ ഓഫ് ഇസ്രായേൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 10ാം അധ്യായത്തിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈം ഇസ്രായേലിൻ്റെ സ്റ്റബോൺനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, കാഠിന്യം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. 11ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫ്യൂച്ചർ, ഇസ്രായേലെല്ലാം രക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ 11ാം അധ്യായത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ഇതിനെ വീണ്ടും നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്താൽ വാട്ട് ആർ ദ കണ്ടൻസ്, 10ാം അധ്യായത്തിലുള്ള പ്രധാന കണ്ടൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഗോഡ് പ്രസൻറ്റ് ഡേ ഡീലിംഗ് വിത്ത് ഇസ്രായേൽ, ഇസ്രായേലുമായിട്ട് ഇന്ന് ദൈവം ഡീൽ ചെയ്യുന്ന ഏത് രീതിയിലാണ്. നേരത്തെ പറഞ്ഞു ഇതെല്ലാം പ്രസൻറ്റ് ടൈമിലുള്ളതാണ്. രണ്ടാമത്, ഇസ്രായേൽ സീൽ വിത്തൗട്ട് നോളജ്, ഇസ്രായേലിൻ്റെ പരിജ്ഞാനമില്ലാത്ത ഏരിയ. മൂന്നാമത് കാണുന്നത് റൈച്ചസ്നെസ് അച്ചീവ്ഡ് ഓർ റിസീവ്ഡ്, നീതി കിട്ടിയതും അല്ലെങ്കിൽ അവർ പരിശ്രമിച്ച് നേടിയതുമായിട്ടുള്ള നീതിയെക്കുറിച്ച്. പിന്നീട് ഇത് കാണുന്ന കാര്യമാണ് ഹൗ ടു റിസീവ് സാൽവേഷൻ പ്രാക്ടിക്കലി, പ്രായോഗികമായി എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് പറയുന്നൊരു കാര്യം. അഞ്ചാമത് കാണുന്നത് സ്ട്രൈവിങ് ഫോർ റൈച്ചസ്നെസ് ആൻഡ് സ്റ്റംബ്ലിങ് ഓവർ എ റോക്ക് എന്ന് പറഞ്ഞാൽ നീതീകരണത്തിന് വേണ്ടിയുള്ള പ്രയത്നം. അതിനോട് ചേർന്ന് തന്നെ പാറയിൽ തട്ടി, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, ഇടർച്ച കല്ലായിത്തീരുന്നു. പ്രയത്നം, നീതീകരണത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കർത്താവ് ഇടർച്ച കല്ലായിത്തീരുന്ന അനുഭവം. ആറാമത്തെ കാര്യം, ഇസ്രായേൽ റിജക്ട് ദ ഗോസ്പൽ, ഇസ്രായേൽ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യുന്നു. ഈ 6 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നത്. നമുക്കൊരു 3-4 എപ്പിസോഡ് കൊണ്ട് ഇത് തീർക്കാം എന്ന് വിചാരിക്കുന്നു. 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്കത് തീർക്കണം. ആദ്യത്തെ 10 വാക്യങ്ങളിൽ യഹൂദന്മാർക്ക് വന്ന പരാജയം ആണ് കൂടുതൽ പറയുന്നത്. കാരണം പ്രവൃത്തിയാൽ അവർക്ക് നീതീകരണം കിട്ടുമെന്ന് അവർ വിചാരിച്ചു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്താണ് ഈ പരിജ്ഞാനമില്ലാത്ത എരിവിനെക്കുറിച്ചും ഒക്കെ പൗലോസ് പറയുന്നത്. ഈ 11 തൊട്ട് 21 വരെയുള്ള ഭാഗങ്ങളിൽ ഈ വിശ്വാസത്തിൻ്റെ പ്രമാണം പഴയ നിയമത്തിൽ ഉണ്ടെന്ന് തെളിയിക്കുകയാണ്. പഴയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ പ്രമാണം ഉണ്ടെന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ആ 2 രീതിയിലും ഇതിനെ നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്ത് ചിന്തിക്കാവുന്നതാണ്. നമുക്കിനിയും വാക്യങ്ങളിലേക്ക് കയറാം. ഇന്ന് നമുക്ക് 2-3 വാക്യം കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാവും. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാവും. നമുക്ക് എത്രയും ചിന്തിക്കാനായിട്ട് പറ്റും എങ്കിൽ നമുക്കത്രയും കവർ ചെയ്യാം. പൗലോസ് ഒരു യഹൂദനായിരുന്നു. അറിയാം പൗലോസ് എന്ത് എരിവോടുകൂടിയാണ് സഭയെ ഉപദ്രവിക്കാനായിട്ട് പോയതെന്ന് നമുക്കറിയാം. നല്ല എരിവുള്ള പരീശന്മാരിൽ പരീശൻ എന്നാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇവിടെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം, ഡിസയർ ഓഫ് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാ യഹൂദന്മാരും രക്ഷിക്കപ്പെടണം. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. കാരണം അവർക്കൊരു മിസ്ഗൈഡഡ് സീലുണ്ടായിരുന്നു, പരിജ്ഞാനപ്രകാരമല്ലാത്ത ഒരു സീല്. പള്ളി ഭ്രഷ്ടന്മാരാക്കുന്ന രീതിയിൽ യോഹന്നാൻ 16:2 നിങ്ങളെ പള്ളി ഭ്രഷ്ടന്മാരാക്കുമെന്ന് പറഞ്ഞ ഭാവമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് പരിജ്ഞാനപ്രകാരമല്ല, എന്നാൽ അവർക്ക് വലിയൊരു സീല്, ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഇവിടെ പൗലോസിനും അതുപോലെ തന്നെ ആ സഹോദരന്മാരെ കുറിച്ച് അവർ രക്ഷിക്കപ്പെടണം എന്നുള്ള വലിയ ഹൃദയവാഞ്ചയും ദൈവത്തോട് വലിയ യാചനയുമുണ്ട്. കാരണം പൗലോസ് ഒരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ വിത്ത് ഗോഡ്. ദമസ്കസിൻ്റെ പടിവാതിലിൽ വെച്ച് പൗലോസ് ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ വന്നു കഴിഞ്ഞപ്പോഴേ പൗലോസിൻ്റെ ജീവിതം ട്രാൻസ്ഫോമായി. ഇതുപോലുള്ള അനുഭവം എല്ലാവർക്കും വന്നിട്ടില്ല. പക്ഷേ പൗലോസിനത് വന്നുകൊണ്ട് പൗലോസിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ട്, എല്ലാ യഹൂദന്മാരും രക്ഷിക്കപ്പെടണം. കാരണം എന്താണ് സത്യം എന്നുള്ളത് പൗലോസിനെ റിയലൈസ് ചെയ്തു എന്നെ കാണുന്നു. ഇവിടെ പൗലോസ് ഇസ്രായേലിൻ്റെ അസുഖത്തെ, ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഡിസീസിനെ ഒന്ന് ഡയഗ്നൈസ് ചെയ്യാണ്. പരിജ്ഞാനം ഇല്ലാത്ത ഇസ്രായേൽ, ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ, എന്നാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള പരിജ്ഞാനമില്ല. ഇത് ഒരു മൂഢത അല്ലെങ്കിൽ അന്ധതയുടെ ഒരു ലക്ഷണമാണ്. റോമർ 1:28 ദൈവ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം, അത് ജാതികളെക്കുറിച്ച് പറയുന്നതാണ്, ദൈവത്തെ അറിയാത്തവരെക്കുറിച്ചാണ്, അവരെ ഉചിതമില്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നൊരു ഭാവമുണ്ട്. ദൈവത്തെ പരിജ്ഞാനത്താൽ ദൈവത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്ത തീഷ്ണത വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് മതഭ്രാന്തന്മാർ എന്ന്. മിസ്ഗൈഡഡ് സീൽ എപ്പോഴും അത് പ്രയാസമുണ്ടാക്കും. പുതിയ വിശ്വാസികൾക്കും ഇത് വരാം. കാരണം പരിജ്ഞാനമില്ലാതെ, അല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ പക്വതയിലേക്ക് വരാതെ പല കാര്യങ്ങളും ചെയ്തിട്ട് തെറ്റിലകപ്പെട്ടു പോകുന്ന പുതിയ വിശ്വാസികളുമുണ്ട്. അതിൽ ഈ പരിജ്ഞാനം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? യഹൂദന്മാർ മതാനുഷ്ഠാനങ്ങളിലായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അതായിരുന്നു അവരുടെ തീവ്രമായിട്ടുള്ള ചിന്ത, മത അനുഷ്ഠാനങ്ങൾ. ഇന്ന് നോക്കി ഒരുപാട് പേര് ക്രിസ്തീയ സമൂഹത്തിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ ജീവിക്കുന്നവരില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാനായിട്ടുള്ളത്? ദൈവം കാണിച്ച ഒരേ ഒരു വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുകയും ചെയ്യുന്നതിന് പകരം പല വഴികൾ അന്വേഷിച്ച് എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരുപാട് അവരെ ഞാൻ അവസരവാദികൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന്, ക്രിസ്ത്യൻ ഫെയ്ത്തിന് തന്നെ ദോഷമായിരിക്കുന്ന അങ്ങനെയാണ്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം, അതാണ് പരിജ്ഞാനമില്ലാത്ത ജീവിതം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സഭകളുടെ ഐക്യം, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ഐക്യത്തിന് ഉപരിയായിട്ടുള്ള ഐക്യങ്ങൾ, തീർച്ചയായും അതെല്ലാം ഒരു എരിവുണ്ട്, എന്നാൽ പരിജ്ഞാനമില്ലാത്ത ഒരു യൂണിറ്റിയാണ് എന്ന് ഈ തരുണത്തിൽ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തീഷ്ണത വഴിതെറ്റിയാൽ അപകടം വരുത്തും. പൗലോസും പണ്ട് അതുപോലെയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു, പൗലോസും അങ്ങനെയായിരുന്നു. പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പ്രസംഗിച്ച സമയത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു, സത്യം. അത് പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പാസ്റ്റായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ, സ്വന്തം നീതി നടപ്പാക്കാൻ, എങ്ങനെയാണ്? ബൈ വർക്ക്സ്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്. എൻ്റെ പ്രവൃത്തി ഞാൻ നീതീകരിക്കപ്പെടും എന്നുള്ള, അത് മൊസൈക്ക് ലായിലുള്ള ചട്ടങ്ങളിലുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ദൈവനീതി വെളിപ്പെടുന്നത് വിശ്വാസത്തിലാണ്. നോ വർക്ക്സ്, ഒരു പ്രവർത്തനം ആവശ്യമില്ല. വിത്തൗട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, വിശ്വാസത്താലുള്ള ദൈവനീതിയാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് 2 പത്രോസ് 1:5 പറയുന്നത്, അത് നിമിത്തം നിങ്ങൾ ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, അങ്ങനെ പറയുന്നു. അപ്പോഴേ വിശ്വാസത്തോടാണ് വീര്യം കൂട്ടേണ്ടത്, വീര്യത്തോടാണ് പരിജ്ഞാനം കൂട്ടേണ്ടത്. അല്ലാതെ എരിവ് കാണിച്ചുകൊണ്ട്, വീര്യം കാണിച്ചുകൊണ്ട്, പരിജ്ഞാനമില്ലാത്ത വീര്യം കാണിച്ചാൽ മതഭ്രാന്തന്മാരായി പോവും എന്നേ കാണുന്നു. ഇന്ന് പലപ്പോഴും ഈ ട്രഡീഷൻ്റെ പിന്നിലെ പരക്കം പായുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു രീതിയിൽ പരിജ്ഞാനമില്ലാത്ത എരിവായിത്തീരുന്നു എന്നേ കാണുന്നു.
റോമർ 10:3 വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. തന്നെത്താൻ നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ്? നേരത്തെ സംസാരിച്ചാണ് ഇസ്രായേൽ. യഹൂദന്മാർ തന്നെത്താൻ നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ അത് ഒട്ടൊക്കെ വിജയിച്ചാലും നമ്മൾ നീതിയോട് ജീവിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ദൈവനീതിയിൽ നിന്ന് അവർ അനന്യരായിരിക്കും. ദൈവത്തിൻ്റെ നീതീകരണ മാർഗത്തിന് വിധേയപ്പെടുവോളം എന്തൊക്കെ പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും പാപി ഒരിക്കലും സുരക്ഷിതനല്ല. പാപിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുപ്പ് വിശ്വാസത്താലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് വിധേയപ്പെടാതെ നമ്മൾ സ്വന്തം നീതിയിൽ ആശ്രയിച്ച് അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് ഫെയിലിയറായി പോകും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാവും. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ, അവസാനം എന്ന് പറയുന്നത് അതിനകത്ത് ഇംഗ്ലീഷിലെ കൾമിനേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ പാരമ്യം, പൂർത്തീകരണം എന്നൊക്കെ അർത്ഥം. പാരമ്യം ആണ്, പൂർത്തീകരണമാണ് എന്നൊക്കെയാണ് അത് മീൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നീക്കുകയല്ല, ന്യായപ്രമാണം നിവർത്തിക്കുകയാണ്. മത്തായി 5:17-18 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല പ്രവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെയും സകലവും നിവൃത്തിയാവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളി എങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുകയില്ല. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. അത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനായിട്ടാണ് യേശു വന്നത്. അതുപോലെ തന്നെ റോമർ 13:10 ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ. ഈ സ്നേഹം വേറൊരാളിനോട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഒരു നിവൃത്തിയാണ് എന്ന് റോമർ 13:10 പറയുന്നു. അപ്പോഴേ ഈ ന്യായപ്രമാണത്തിന് ഇപ്പോഴെന്താണ് പ്രസക്തി ഉള്ളത്? ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി ക്രിസ്തു അതിൻ്റെ പാരമ്യമായി അത് പൂർത്തീകരിച്ചു. നീതി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയാണ്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനെ നീതീകരിക്കുകയാണ്. അത് ക്രിസ്തുവിൽ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും സത്യം. അഥവാ ഒരു ശിശുപാലകൻ എന്ന നിലയിൽ ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തി. ഗലാത്യർ 3:24 വാക്യമാണ്, ശിശുപാലകനായി നമ്മളെ നടത്തി. ന്യായപ്രമാണം ഒരിക്കലും കുറവുള്ള ഒന്നല്ല, ദൈവം തന്നാണ്. ദ ലോ ഓഫ് ദ ലോഡ് ഈസ് പെർഫെക്റ്റ്. അത് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം തികവുള്ളതാണ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. എന്നാൽ ഒറ്റൊരു യഹൂദന് പോലും അത് നിവർത്തിക്കാൻ സാധ്യമായില്ല എന്നേ കാണുന്നു. എന്നാൽ അതിനേക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ളതൊന്ന് ദൈവം നമുക്ക് നിവർത്തിക്കുവാനായിട്ട് വിശ്വാസത്താൽ തന്നു എന്നും നമ്മളെ കാണുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു അത് ഫുൾഫിൽ ചെയ്തു. ക്രിസ്തു വിശ്വാസികളുടെ മേൽ ന്യായപ്രമാണത്തിന് നിയമപരമായ അധികാരമില്ല. ഇത് ചെയ്യുക, അങ്ങനെ ജീവിക്കുക, ഇത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. രക്ഷയ്ക്കുള്ള ഉപാധി എന്ന നിലയിൽ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അന്ത്യം കുറിച്ചതായിട്ട് നമ്മളെ കാണുന്നു. അതിനുശേഷമാണ് 2 കൊരിന്ത്യർ 3:7 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാവണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ള. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയിരിക്കും. അതുകൊണ്ട് കല്ലിൽ കൊത്തിയ മരണത്തിൻ്റെ ശുശ്രൂഷ അല്ല, പിന്നെയോ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്തതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമുക്ക് നീതീകരണവും രക്ഷയും തന്നത് ന്യായപ്രമാണം അതിന് ശിശുപാലകനായി തീർന്നു, അത് ക്രിസ്തു നിവർത്തിച്ചു എന്ന് കാണുന്നു. എന്ന് നമ്മൾ 4 വാക്യങ്ങളാണ് ചിന്തിച്ചത്. ഇതിൽ പ്രധാനമായിട്ട് ചിന്തിച്ച ചിന്തകൾ ഒന്ന് നമ്മൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ, യഹൂദന്മാരെല്ലാം രക്ഷ പ്രാപിക്കണം എന്നുള്ള ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും പൗലോസിനുണ്ടായിരുന്നു. ഒരു പരിജ്ഞാനപ്രകാരം അല്ലാത്ത എരിവായിരുന്നു, മതഭ്രാന്തന്മാരെ പോലെയായിരുന്നു.
മൂന്നാമത് അവർ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു, അതിൽ ഫെയിലായിപ്പോയി. അതുകൊണ്ട് ക്രിസ്തുവിൽ കൂടി അത് നിവർത്തിച്ച് ക്രിസ്തു അവസാനമായിരുന്നു എന്നുള്ള ചിന്തയാണ് നമുക്ക് ഇന്ന് വന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിനകത്തുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ, ഇന്നും നീതി നടപ്പാക്കാൻ നമ്മളും ഇന്ന് ട്രഡീഷൻ്റെ പുറയും പല ചിന്തയുടെ പുറയിൽ പല ആചാരങ്ങളുടെ പുറയിലും നടക്കുന്ന ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കുന്നുണ്ട്. പല ആളുകളും ഇന്ന് പലതിൻ്റെയും ഇതിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. കീഴ്പ്പെടേണ്ട എന്നുള്ളതല്ല പറയുന്നത്, എന്നാൽ അതല്ല, അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പാരമ്യം, അതിൻ്റെ പൂർത്തീകരണം ആയിത്തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുക. തുടർന്നുള്ള ആ എപ്പിസോഡിൽ നമുക്കിതിനൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്, കൾമിനേഷനാണല്ലോ, നിന്നിൽ കൂടി അത് പൂർത്തീകരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ കർത്താവെ, ഞങ്ങൾക്ക് നീ വലിയൊരു വിടുതൽ തന്നു. കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമായുണ്ട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ നിയമങ്ങളൊന്നും മാറിപ്പോകുന്നതല്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവെ. അതിനാൽ നീ കർത്താവെ, ഞങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യായപ്രമാണ സംബന്ധമായി നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവെ, നീ ഉയർത്തുന്നേറ്റതിനാൽ ഞങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വിനയപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീരാ ദുഃഖങ്ങളെ, പ്രയാസങ്ങളാൽ, രോഗങ്ങളാൽ ക്ഷീണിതരായിരിക്കുന്ന ചില വ്യക്തികളത് കാണുന്നു. പ്രത്യേകിച്ച് റേഡിയേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസൊക്കെ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതുപോലെ സൗഖ്യത ശുശ്രൂഷ നീ കൊടുക്കുന്ന ദൈവമാണ്. റേഡിയേഷൻ ആണെങ്കിൽ കൂടിയും അതിൽ നിന്നൊക്കെ നീ വിടുതൽ കൊടുക്കുന്ന ദൈവമാണ്. കർത്താവെ, പ്രയാസങ്ങളെ കുറച്ചു കൊടുക്കുന്ന ദൈവമാണ്. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ എന്നോട് ചേർന്ന് ആ സ്ക്രീനിലോട്ടൊന്ന് കൈനീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, ഇന്ന് വലിയൊരു വിടുതൽ നീ അവർക്ക് കൊടുക്കണം. കഴിഞ്ഞ ദിവസം കർത്താവെ വിളിച്ചു പറഞ്ഞതുപോലെ ക്യാൻസർ കർത്താവെ ഇനി റേഡിയേഷൻ വേണ്ട എന്ന് പറയത്തക്ക രീതിയിൽ ദൈവമേ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ. കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അതിൻ്റെ ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അതിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ അവർ വലിയ വിടുതൽ കാണുകയും അത്ഭുതങ്ങൾ കാണുകയും ചെയ്യുവാനായിട്ട് കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, ഞങ്ങളെ കരുതുന്ന ദൈവം പ്രിയപ്പെട്ടവരെയും കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുറന്നത് വായിച്ച് ചെയ്യണം. നിങ്ങളൊരു നോട്ട്സ് എഴുതാത്തൊരു നോട്ട്സ് എഴുതി വെച്ചത് എഴുതുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇതൊക്കെ ഭാവിയിൽ നമുക്ക് അനുഗ്രഹപ്രദമായി തീരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിൽ നിന്ന് മാത്രം റെഫർ ചെയ്തല്ല, ഒരുപാട് കമൻട്രീസ് നമ്മളിതിൽ നിന്ന് എടുത്ത് അതിൽ നിന്നാണ് പറയുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.